നമ്മുടെ ജീവിതത്തിൽ ഏറെ അർത്ഥവത്തായതും പ്രയോജനകരവുമായ കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കൽ മുല്ലാ നസറുദ്ദീൻ കടലിലൂടെ ഒരു ബോട്ട് സവാരി നടത്തുകയായിരുന്നു. അടുത്ത് തന്നെ തൻ്റെ പാണ്ഡിത്യത്തിൽ അഹങ്കരിച്ചിരുന്ന ഒരു പണ്ഡിതനും ഇരിപ്പുണ്ട്. യാത്ര കുറേ ചെന്നപ്പോൾ ഈ പണ്ഡിതൻ മുല്ലയോട് ചോദിച്ചു, "നിങ്ങൾ ജ്യോതിശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ?" നസറുദ്ദീൻ ഇല്ല എന്ന് മറുപടി പറഞ്ഞു. പണ്ഡിതൻ വീണ്ടും ചോദിച്ചു, "നിങ്ങൾക്ക് അന്തരീക്ഷ വിജ്ഞാനത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ?" അപ്പോഴും നസറുദ്ദീൻ വിനയത്തോടുകൂടി പറഞ്ഞു, "എനിക്ക് അതിനെക്കുറിച്ചൊന്നും യാതൊരു പിടിയുമില്ല." അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, "നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുറേ ഭാഗം പാഴാക്കി കളഞ്ഞല്ലോ." പിന്നെയും കുറേ കഴിഞ്ഞപ്പോൾ പണ്ഡിതൻ വീണ്ടും ചോദിച്ചു, "നമ്മൾ സമുദ്രത്തിൽ കൂടിയാണല്ലോ പോകുന്നത്. സമുദ്രവിജ്ഞാനീയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ?" നസറുദ്ദീൻ വിനയത്തോടുകൂടി മറുപടി പറഞ്ഞു, "ഞാനിതൊന്നും പഠിച്ചിട്ടില്ല. എനിക്കതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. കഴിവുമുണ്ടെന്ന് തോന്നുന്നില്ല." അപ്പോൾ പണ്ഡിതൻ ഗർവോടെ പറഞ്ഞു, "നിങ്ങൾ ജീവിതത്തിൻ്റെ സിംഹഭാഗവും പാഴാക്കി കളഞ്ഞ ഒരു മനുഷ്യനാണല്ലോ." നസറുദ്ദീൻ ഒന്നും മിണ്ടിയില്ല. അവിടെ നിന്നും എഴുന്നേറ്റ് ബോട്ടിൽ ഒന്ന് ചുറ്റിക്കറങ്ങി തിരിച്ച് പണ്ഡിതൻ്റെ അടുത്തെത്തി ചോദിച്ചു, "താങ്കൾക്ക് നീന്തൽ അറിയാമോ?" പണ്ഡിതൻ തെല്ലൊരു പുച്ഛത്തോടെ മറുപടി പറഞ്ഞു, "നീന്തലോ? ഈ വക ചെറിയ കാര്യങ്ങൾക്കൊന്നും ഞാൻ എൻ്റെ സമയം പാഴാക്കാറില്ല." അപ്പോൾ നസറുദ്ദീൻ ഒട്ടും മടിക്കാതെ പറഞ്ഞു, "എങ്കിൽ താങ്കളുടെ ജീവിതം ഇപ്പോൾ തന്നെ പാഴാവാൻ പോകുകയാണ്. കാരണം ഈ ബോട്ടിൻ്റെ അടിവശത്ത് ഒരു ദ്വാരം വീണിരിക്കുകയാണ്. താമസിയാതെ ബോട്ടിൽ വെള്ളം കയറി അത് കടലിൽ മുങ്ങും. നീന്തൽ അറിയാത്തവർ കടലിൽ മുങ്ങിച്ചാവുകയേ ഉള്ളൂ." പലർക്കും അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമല്ല ലഭിക്കുന്നത്. ജീവസന്ധാരണത്തിനായി എന്തെങ്കിലും ഒരു വിഷയം പഠിച്ച് ഒരു ജോലി സമ്പാദിക്കുന്നവരാണ് നമ്മിൽ പലരും. ഏതെങ്കിലും ഒരു തൊഴിൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിച്ച വിഷയങ്ങളൊക്കെ അപ്രസക്തമാകുന്നതാണ് കാണാറുള്ളത്. നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിച്ചേരും. ഏതിനാണ് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ച് അതനുസരിച്ച് ജീവിക്കേണ്ട സമയമാണിത്. മനസ്സിന് തൃപ്തി നൽകുന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകി ജീവിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ അർത്ഥപൂർണമായി കണക്കാക്കുന്നതും മൂല്യവത്തായതുമായ കാര്യങ്ങൾ നാം ജീവിതത്തിൽ സംതൃപ്തിയോടെ ചെയ്യുമ്പോൾ മറ്റെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് താനേ ഒഴുകി വന്നുകൊള്ളും.